Hi students, negative feedback amplifier and oscillators എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ ഏതാനും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ആദ്യത്തെ ഒരു പ്രോബ്ലം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. The voltage gain of an amplifier without feedback is 3000. Calculate the voltage gain of the amplifier if negative feedback is introduced in the circuit. Feedback fraction MV is equal to 0.01. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഗതികൾ ആദ്യം എഴുതണം. വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് 3000. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ MV തന്നിട്ടുണ്ട് 0.01. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് അഥവാ AVF ആണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്കും വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്കും. വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്കിനെ നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്നും വിളിക്കാം കേട്ടോ. വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്കിനെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നും വിളിക്കാം. എന്തായാലും വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AVFും വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് AVയും തമ്മിലുള്ള റിലേഷൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ നമുക്കറിയാം AVF is equal to AV by 1 plus AVMV ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ AVF is equal to AV by 1 minus AVMV ആണ്. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ നോക്കുക, ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് AVF is equal to AV by 1 plus AVMV ആണ്. ഇവിടെ AV 3000 ആണ് അല്ലേ, ഇവിടെ AV 3000 കൊടുത്തു. MV ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ 0.01 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 3000 ഡിവൈഡ് ബൈ 1 പ്ലസ് 3000 ഇൻറ്റു 0.01 30 ആണ്. അപ്പോൾ 1 പ്ലസ് 30 31 3000 ബൈ 31 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 97 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് 97, വിത്തൗട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് എത്ര ഉണ്ടായിരുന്നു? 3000 ഉണ്ടായിരുന്നതാ അല്ലേ. അപ്പോൾ നോക്കി നോക്കി, നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് ഗെയിൻ കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ കുറഞ്ഞു അല്ലേ, 3000 എന്നുള്ളത് 97 ആയി മാറുന്നത്, ആയി കുറയുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. LC ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ റിക്വയർഡ് ടു ബിൽഡ് ആൻ LC ഓസിലേറ്റർ ദാറ്റ് യൂസസ് ആൻ ഇൻഡക്റ്റൻസ് ഓഫ് L1 is equal to 1 millihenry to produce a wave of frequency 1 GHz. GHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻12 ഹെഡ്സ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F കാണുന്നതിനുള്ള ഫോർമുല LC ഓസിലേറ്റേഴ്സിൽ നമുക്കറിയാം. 1/2π√LC ആണ്, പറഞ്ഞതാണ് നമ്മൾ. അപ്പോൾ ഇവിടെ F is equal to 1/2π√LC എന്ന് കൊടുത്തു. ഇവിടെ നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. L തന്നിട്ടുണ്ട്, ഇവിടെ L1 C1 എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആയിക്കോട്ടെ. L1 തന്നിട്ടുണ്ട് 1 millihenry, F തന്നിട്ടുണ്ട് 10⁻12 ഹെഡ്സ് ജിഗാഹെഡ്സ് അല്ലേ, 1 GHz ആണ്. ഓക്കെ, അതും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് C1 റൂട്ടിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഇത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? F² is equal to 1/2π² ഇത് കഴിഞ്ഞാൽ 4π² L1 C1 എന്ന് വരും അല്ലേ. ഇവിടെ C1നെ മാത്രം ഇങ്ങോട്ട് എടുക്കുക, F² അങ്ങോട്ട് കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ C1 is equal to 1/4π² L1 F² എന്ന് കിട്ടും. C1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/4π² ഇൻറ്റു L1 എന്ന് പറയുന്നത് 1 millihenry ആണ്. 1 millihenry പറയുമ്പോൾ 10⁻³ ആണല്ലോ മില്ലി. അപ്പോൾ 10⁻³ ഹെൻറി ആണ്. ഇൻറ്റു F² എന്ന് പറയുമ്പോൾ 1 GHz 10⁻12 സ്ക്വയർ അല്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.53 ഇൻറ്റു 10⁻23 ഫാരഡ് എന്നാണ് കിട്ടുക. വിച്ച് ഈസ് ദ കപ്പാസിറ്റൻസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് AC ഓഫ് ഫ്രീക്വൻസി 1 GHz യൂസിങ് ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് 1 millihenry ആസ് എ പാർട്ട് ഓഫ് ദ LC ഓസിലേറ്റർ. കോൾപിറ്റ് ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A 1 millihenry inductor is available. Choose the capacitor values in a Colpitts oscillator so that F is equal to 1 MHz and MV is equal to 0.25. അപ്പോൾ അവിടെ നോക്കുക, 1 millihenry ഇൻഡക്ടർ ആണ് തന്നിട്ടുള്ളത്. നമ്മളോടൊരു കോൾപിറ്റ് ഓസിലേറ്റർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയണത്. അതിൽ നിന്ന് ലഭ്യമാവുന്ന ഫ്രീക്വൻസി AC ഓസിലേഷൻ്റെ ഫ്രീക്വൻസി 1 MHz ആവണം. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 0.25. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കപ്പാസിറ്റേഴ്സ് നമ്മൾ കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ടിൽ നമുക്ക് കാണാമല്ലോ. C1 C2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സ് കാണാം. അതിനെ നമ്മൾ L എന്ന് പറയുന്ന ഇൻഡക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ അതാണ് ടാങ്ക് സർക്യൂട്ട്. C1 C2 L ഇത് മൂന്നും ചേർന്നതാണ് ടാങ്ക് സർക്യൂട്ട്. നമ്മൾ കണ്ടതാണ്. ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ടാങ്ക് സർക്യൂട്ടാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ
കപ്പാസിറ്റർ വാല്യൂസ് C1 C2 വാല്യൂസ് എത്രയാവണമെന്ന് കണ്ടുപിടിക്കാനാണ്. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കോൾപിറ്റ് ഓസിലേറ്ററിൽ MV = C1/C2 ആണ് എന്ന് നമ്മൾ കണ്ടതാണ്. MV 0.25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0.25 C1/C2 എന്ന് കൊടുക്കാം. അപ്പോൾ C2 അങ്ങോട്ട് കൊണ്ടുവന്നു, 0.25 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ C2 C1/0.25 എന്ന് കിട്ടി. ദാറ്റ് ഈസ് C2 1/0.25 4 ആണല്ലോ. അപ്പോൾ 4C1 C2 4C1 എന്ന് കിട്ടുന്നു. അപ്പോൾ F = 1/2π √LCT ആണ് അല്ലേ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റർ ഒക്കെ ആയതുകൊണ്ട് അല്ലേ, കപ്പാസിറ്റൻസ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ CT നമുക്ക് നിർബന്ധമായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. CT റൂട്ടിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ അത് റൂട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്തു. അപ്പോൾ F² = 1/2π സ്ക്വയർ 4π² √LCT സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ LCT എന്ന് കിട്ടും. CTനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, F² അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്റർ പാർട്ടിലേക്ക് പോകും അല്ലേ. അപ്പോൾ CT = 1/4π² LF² എന്ന് കിട്ടും. ഇനി ഇവിടെ L തന്നിട്ടുണ്ട്. L ഈസ് 1 millihenry ആണ്. millihenry എന്ന് പറയുമ്പോൾ 10⁻³ ഹെൻറി ആണ് അല്ലേ. അപ്പോൾ 1/4π² 10⁻³ ഇൻറ്റു F തന്നിരിക്കുന്നത് 1 MHz ആണ്. 1 MHz എന്ന് പറയുമ്പോൾ 10⁻6 ഹെഡ്സ് ആണ്. അപ്പോൾ F² ഉണ്ട്. അപ്പോൾ 10⁻6 സ്ക്വയർ. അത് ചെയ്യുമ്പോൾ CT ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25.3 × 10⁻12 ഫാരഡ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണല്ലോ. അപ്പോൾ CT = 25.3 × 10⁻12 ഫാരഡ് എന്ന് കിട്ടുന്നു. ഇനി CT നമുക്കറിയാം C1 C2/C1 + C2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25.3 × 10⁻12 ഫാരഡ് ആണല്ലോ അല്ലേ. അപ്പോൾ നോക്കുക, C1 × C2 4C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ C1 × 4C1/C1 + 4C1. C1 × 4C1 എന്താണ്? 4C1² ആണ് ബൈ 5C1 എന്ന് വരും അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കി നോക്ക്. തന്നെ 25.3 × 10⁻12 ഫാരഡ് എന്ന് കിട്ടുന്നു. 4C1 × C1 4C1² ആണ്. 4C1 + C1 5C1 ആണ്. 4C1²/5C1 നമ്മൾ ചെയ്യുന്ന സമയത്ത് C1² C1 കട്ട് ചെയ്ത് പോയി. അപ്പോൾ 4/5C1 എന്ന് കിട്ടുന്നു. 4/5C1 അതിൻ്റെ വാല്യൂ എത്രയാണ്? 25.3 × 10⁻12 ഫാരഡ് എന്നാണ് കിട്ടുന്നത് അല്ലേ. C1² C1 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ C1 മാത്രമാവും. അപ്പോൾ 4/5C1 = 25.3 × 10⁻12 ഫാരഡ്. C1 കാണണമെങ്കിൽ 4/5നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് 5/4 ആവും. റെസിപ്രോക്കൽ ആവുമല്ലോ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ. അപ്പോൾ C1 = 5/4 × 25.3 × 10⁻12. ദാറ്റ് ഈസ് C1 = ചെയ്യുമ്പോൾ കിട്ടുക 31.6 × 10⁻12 ഫാരഡ്. 10⁻12 ഫാരഡ് എന്ന് പറയുന്നത് പൈക്കോ ഫാരഡ് ആണ്. അപ്പോൾ C1 = 31.6 പൈക്കോ ഫാരഡ് എന്നാണ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കിട്ടി 31.6 പൈക്കോ ഫാരഡ്. മറ്റേ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C2 കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4C1 ചെയ്താൽ മതി അല്ലേ. C2 = 4C1 ആണ്. അപ്പോൾ C2 = 4 × 31.6 × പൈക്കോ ഫാരഡ് ചെയ്യുന്നു. അപ്പോൾ C2 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 126.4 പൈക്കോ ഫാരഡ്. അപ്പോൾ ഈ കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ കപ്പാസിറ്ററുകൾ രണ്ടിൻ്റെയും കപ്പാസിറ്റൻസ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ഹാർട്ട്ലി ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആൻഡ് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഫോർ ഹാർട്ട്ലി ഓസിലേറ്റർ ഫോർ വിച്ച് L1 is equal to 1000 microhenry, L2 is equal to 100 microhenry, C is equal to 20 picofarad and mutual inductance M is equal to 20 microhenry. നമുക്കറിയാം ഹാർട്ട്ലി ഓസിലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടാങ്ക് സർക്യൂട്ടിൽ 2 ഇൻഡക്ടറുകളും ഒരു കപ്പാസിറ്ററുമാണ് ഉള്ളത്. ആ ഇൻഡക്ടറുകളുടെ ഇൻഡക്റ്റൻസ് വാല്യൂസ് തന്നിരിക്കുന്നു. L1 1000 മൈക്രോഹെൻറി ആണ്, L2 100 മൈക്രോഹെൻറി ആണ്. ടാങ്ക് സർക്യൂട്ടിലെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 20 പൈക്കോഫാരഡ് എന്നും തന്നിട്ടുണ്ട്. 2 ഇൻഡക്ടറുകളുടെയും ഇടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 20 മൈക്രോഹെൻറി എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് 2 സംഗതികൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ്, 2 ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഫ്രീക്വൻസി ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ കാണുന്നതിനുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F = 1/2π √CLT. ഓക്കെ, C കപ്പാസിറ്റൻസ് ആണ്. LT എന്ന് പറയുന്നത് ടോട്ടൽ ഇൻഡക്റ്റൻസ് ആണ്. ടോട്ടൽ ഇൻഡക്റ്റൻസ് LT കാണാൻ L1 + L2 + 2M ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ LT = L1 1000 മൈക്രോഹെൻറി + L2 100 മൈക്രോഹെൻറി + 2 ×
20 മൈക്രോ ഹെൻറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മൈക്രോ ഹെൻറി വരും ഇവിടെ അല്ലേ. അപ്പോൾ എൽ ടി ഈസ് ഈക്വൽ ടു 1000 പ്ലസ് 100 പ്ലസ് 40 എത്ര വരിക 1140 മൈക്രോ ഹെൻറി എന്ന് കിട്ടും. മൈക്രോ ഹെൻറി 10⁻⁻6 ഹെൻറി ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1140 ഇൻറ്റു 10⁻⁻6 ഹെൻറി. അതാണ് ഇവിടുത്തെ ടോട്ടൽ ഇൻഡക്റ്റൻസ്. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു 20 പൈക്കോ ഫാരഡ് ആണ്. പൈക്കോ ഫാരഡ് എന്നുള്ളതിനെ നമുക്ക് 10⁻⁻12 ഫാരഡ് എന്ന് എഴുതാം. അപ്പോൾ 20 ഇൻറ്റു 10⁻12 ഫാരഡ് ആണ് ടാങ്ക് സർക്യൂട്ടിലെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. ഇനി നമുക്ക് ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് CLT ആണ്. സിയുടെ പൊസിഷനിൽ 20 ഇൻറ്റു 10⁻12 എന്നും എൽ ടിയുടെ പൊസിഷനിൽ 1140 ഇൻറ്റു 10⁻6 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എത്രയാണിത് ചെയ്താൽ കിട്ടുന്നത് 1052 ഇൻറ്റു 10⁻3 ഹെഡ്സ്. 1052 10⁻3 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. 10⁻3 ഹെഡ്സിനെ നമുക്ക് കിലോ ഹെഡ്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഫ്രം ദിസ് ഹാർട്ട്ലി ഓസിലേറ്റർ ഈസ് 1052 കിലോ ഹെഡ്സ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. എം വി ഇസ് ഈക്വൽ ടു ഹാർട്ട്ലിയിൽ L2/L1 ആണ് അല്ലേ. കോൾപിറ്റിൽ C1/C2 ആണ്, ഹാർട്ട്ലിയിൽ L2/L1 ആണ്, മാറിപ്പോകരുത്. അപ്പോൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എം വി ഇസ് ഈക്വൽ ടു L2/L1 ആണ്. L2 100 മൈക്രോ ഹെൻറി തന്നിരിക്കുന്നു, L1 1000 മൈക്രോ ഹെൻറി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. 100/1000 ചെയ്യുമ്പോൾ 0.1 ആണ് കിട്ടുന്നത്. മൈക്രോ ഹെൻറി ക്യാൻസൽ ചെയ്ത് പോയി. 100/1000 0.1. അപ്പോൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എം വി ഇസ് ഈക്വൽ ടു 0.1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും കണ്ടുപിടിച്ചു, ഫീഡ്ബാക്ക് ഫ്രാക്ഷനും കണ്ടുപിടിച്ചു. അടുത്തത് RC ഓസിലേറ്ററിലെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. In the phase shift oscillator, R1 is equal to R2 is equal to R3 is equal to 1 mega ohm and C1 equal to C2 is equal to C3 is equal to 68 picofarad are used. At what frequency does the circuit oscillates? നമുക്കറിയാം നമ്മുടെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ആ ഒരു ടാങ്ക് സർക്യൂട്ടിൽ 3 റെസിസ്റ്റേഴ്സും 3 കപ്പാസിറ്റേഴ്സും കാണാം അല്ലേ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസുകൾ ഈക്വൽ ആയിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. 3 കപ്പാസിറ്ററുകളുടെയും കപ്പാസിറ്റൻസ് ഈക്വൽ ആയിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. ആ വാല്യൂസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 റെസിസ്റ്റേഴ്സും 1 മെഗാ ഓമിൻ്റേതാണ്, 3 കപ്പാസിറ്റേഴ്സും 68 പൈക്കോ ഫാരഡിൻ്റേതാണ്. എങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് R1, R2, R3 ഇതെല്ലാം R എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അത് 1 മെഗാ ഓം ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻6 ഓം എന്ന് കിട്ടി. അതേപോലെ തന്നെ C1 is equal to C2 is equal to C3 is equal to C equal to 68 പൈക്കോഫാരഡ് ദാറ്റ് ഈസ് 68 ഇൻറ്റു 10⁻⁻12 ഫാരഡ് ആണ് അല്ലേ. പൈക്കോഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁻12 ഫാരഡ് ആണ്. ഇനി ഫ്രീക്വൻസി കാണുന്നതിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം, അതെല്ലാറ്റിലും അറിയണം കേട്ടോ. കോൾപിറ്റിൽ നമ്മൾ പറഞ്ഞു 1/2π റൂട്ട് LCT where CT is equal to C1 C2/C1 plus C2. ഹാർട്ട്ലിയിൽ 1/2π റൂട്ട് CLT where LT is equal to L1 plus L2 plus 2M. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൽ നമ്മൾ പറഞ്ഞു 1/2π റൂട്ട് LC ആണ്. ഇവിടെ കോൾപിറ്റിലെ ഫേസ് ഷിഫ്റ്റിൽ 1/2π RC റൂട്ട് 6 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നു ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/2π RC റൂട്ട് 6. അപ്പോൾ നോക്കുക എഫ് ഇസ് ഈക്വൽ ടു 1/2π R എത്രയാണ് 10⁻6 അല്ലേ അല്ലേ. അപ്പോൾ 10⁻6 എന്ന് കൊടുത്തു. C 68 ഇൻറ്റു 10⁻⁻12 എന്ന് കൊടുത്തു ഇൻറ്റു റൂട്ട് 6 ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 954 ഹെഡ്സ് എന്നാണ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഫ്രം ദിസ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഈസ് 954 ഹെഡ്സ്. അടുത്തതായിട്ട് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: ഇൻ എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ R1 is equal to R2 is equal to 220 kilo ohm and C1 is equal to C2 is equal to 250 picofarad are used. Determine the frequency of oscillation. അപ്പോൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ R1 R2 റെസിസ്റ്റേഴ്സ് 220 കിലോ ഓം റെസിസ്റ്റൻസ് ഉള്ളതാണ്. C1 C2 കപ്പാസിറ്റേഴ്സ് 250 പൈക്കോഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ളതാണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2π RC ആണ് എന്ന് നമുക്കറിയാം. ആ 2 റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ആണ് R, ആ 2 കപ്പാസിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റൻസ് ആണ് C. അപ്പോൾ ഇവിടെ R1 is equal to R2 is equal to R,
is equal to 220 kilo ohm എന്ന് തന്നിരിക്കുന്നു. That is 220 into 10 raised to 3 ohm. Capacitance C1 is equal to C2 is equal to C, that is 250 picofarad. That is 250 into picofarad 10 raised to minus 12 farad ആണ്. Frequency of oscillation F is equal to 1 by 2 pi RC ആണ്. Okay, അപ്പോൾ കോൾപിറ്റ് 1 by 2 pi root LCT where CT is equal to C1 C2 by C1 plus C2. Hartley 1 by 2 pi root CLT where LT is equal to L1 plus L2 plus 2M. Tuned collector അല്ലെങ്കിൽ LC oscillator 1 by 2 pi root LC. Phase shift 1 by 2 pi RC root 6. ഇവിടെ വെയിൻ ബ്രിഡ്ജ് 1 by 2 pi RC. ഇത് അഞ്ചും അറിഞ്ഞിരിക്കണം. നോക്കുക, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F is equal to 1 by 2 pi RC. F is equal to 1 by 2 pi into R 220 into 10 raised to 3 ആണ് into 250 into 10 raised to minus 12. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി F is equal to 2892 ഹെഡ്സ് അല്ലേ, 2892 ഹെഡ്സ്. അതാണ് ഈ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ക്രിസ്റ്റൽ ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. The AC equivalent circuit of a crystal has these values: L is equal to 1 Henry, C is equal to 0.01 picofarad, R is equal to 100 ohm, and mounting capacitance Cm is equal to 20 picofarad. Calculate Fs. എന്താണ് Fs? Series resonant frequency, and Fp parallel resonant frequency of the crystal. അപ്പോൾ ഇവിടെ സീരീസ് റെസണന്റ് ഫ്രീക്വൻസിയും പാരലൽ റെസണന്റ് ഫ്രീക്വൻസിയും കാണാനാണ് ക്വസ്റ്റ്യൻ. സീരീസ് റെസണന്റ് ഫ്രീക്വൻസി കാണുന്നതിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം, Fs is equal to 1 by 2 pi root LC ആണ്. പാരലൽ റെസണന്റ് ഫ്രീക്വൻസി കാണാനുള്ള എക്സ്പ്രഷൻ Fp is equal to 1 by 2 pi root LCT where CT is equal to C into Cm by C plus Cm. ഇത് അറിഞ്ഞിരിക്കണം ക്രിസ്റ്റൽ ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെയ്യാം. തന്നിരിക്കുന്ന സംഗതികളൊക്കെ എഴുതുന്നു. L is equal to 1 Henry ആണ്. C is equal to 0.01 picofarad, 0.01 into 10 raised to minus 12 farad എന്ന് തന്നിരിക്കുന്നു. മൗണ്ടിങ് കപ്പാസിറ്റൻസ് Cm തന്നിരിക്കുന്നു, 20 picofarad ആണ്, 20 into 10 raised to minus 12 farad. സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി Fs is equal to 1 by 2 pi root LC ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 pi റൂട്ട് എല്ലിൻ്റെ സ്ഥാനത്ത് 1 എന്നും സിയുടെ സ്ഥാനത്ത് 0.01 into 10 raised to minus 12 എന്നും കൊടുത്തു അല്ലേ. അപ്പോൾ ആൻസർ എന്താ കിട്ടുന്നത് നോക്ക്, 1589 into 10 raised to 3 ഹെഡ്സ് എന്ന് കിട്ടുന്നു. 10 raised to 3 ഹെഡ്സിനെ കിലോ ഹെഡ്സ് എന്ന് എഴുതാം. അപ്പോൾ Fs is equal to 1589 കിലോ ഹെഡ്സ്. അപ്പോൾ അതാണ് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി. ഇനി പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി കാണണമെങ്കിൽ നമുക്ക് CT ടോട്ടൽ കപ്പാസിറ്റൻസ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് C into Cm by C plus Cm ആണ്. CT is equal to C 0.01 picofarad ആണ് അല്ലേ. Cm എന്ന് പറയുന്നത് 20 picofarad ആണ്, ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് 20. മുകളിലെ പൈക്കോഫാരഡ് ഇൻറ്റു പൈക്കോഫാരഡ്, പൈക്കോഫാരഡ് സ്ക്വയർ ഉണ്ടാവും, താഴെ ഒരു പൈക്കോഫാരഡ് മാത്രം. പൈക്കോഫാരഡ് സ്ക്വയർ ബൈ പൈക്കോഫാരഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പൈക്കോഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് CT is equal to 9.99 into 10 raised to minus 3 picofarad എന്നായിരിക്കും. 10 raised to minus 3 picofaradനെ നമ്മൾ ഫാരഡിലേക്ക് മാറ്റുമ്പോൾ 10 raised to minus 3 into 10 raised to minus 12 വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 raised to minus 15 വരും. അപ്പോൾ CT is equal to 9.99 into 10 raised to minus 15 ഫാരഡ് എന്ന് വരും. അതാണ് ടോട്ടൽ കപ്പാസിറ്റൻസ്. ഇനി പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി FP കാണുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം, 1 by 2 pi root LCT ആണ്. CTയുടെ സ്ഥാനത്ത് 9.99 into 10 raised to minus 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ FP is equal to 1 by 2 pi root 1 into 9.99 into 10 raised to minus 15. That is FP is equal to 1590 into 10 raised to 3 heads. 10 raised to 3 headsനെ കിലോ ഹെഡ്സ് എന്ന് എഴുതാം. പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി FP is equal to 1590 കിലോ ഹെഡ്സ്. അതാണ് ഇവിടുത്തെ പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി. അപ്പോൾ സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി 1589 കിലോ ഹെഡ്സും പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി 1590 കിലോ ഹെഡ്സുമാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്യുന്നത് 1589 കിലോ ഹെഡ്സിൻ്റെയും 1590 കിലോ ഹെഡ്സിൻ്റെയും ഇടയിലുള്ള ഒരു ഫ്രീക്വൻസിയിലായിരിക്കും എന്നുള്ളതാണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ഓസിലേറ്റ് വിത്ത് എ ഫ്രീക്വൻസി ബിറ്റ്വീൻ 1589 കിലോ ഹെഡ്സ് ആൻഡ് 1590 കിലോ ഹെഡ്സ്. അപ്പോൾ അത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എല്ലാ ഓസിലേറ്റേഴ്സിൻ്റെയും ഓരോ പ്രോബ്ലം വീതം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെയും ഒരു പ്രോബ്ലം ചെയ്തു. ഇനി കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, കൂടുതൽ പ്രോബ്ലംസ് കണ്ടെത്തി ചെയ്യുക. ഈ ഭാഗത്തെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം,
പിന്നെ ഏതെങ്കിലും ഒരു ഓസിലേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുണ്ട്. പ്രോബ്ലത്തിന് അറിയാലോ 4 മാർക്കാണ്. ആ ഫോർമുലകൾ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഉള്ളത്. അപ്പോൾ വലിയ ട്വിസ്റ്റഡ് ആയിട്ടുള്ള സംഗതികളൊന്നും ഇതൊന്നും ചോദിക്കില്ല പ്രോബ്ലംസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ പ്രോബ്ലംസ് ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം 16 മാർക്കാണ് പ്രോബ്ലംസിന് അല്ലേ, 4 പ്രോബ്ലംസ് ചെയ്യണം. 7 എണ്ണത്തിൽ 4 എണ്ണം ചെയ്താൽ മതി അല്ലെ. മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ച് എഴുതിയാൽ മതി. പാരഗ്രാഫ് ക്വസ്റ്റനൊക്കെ അത്യാവശ്യം കൂടുതൽ എഴുതണമല്ലോ, ഇത് കുറച്ച് എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഫിസിക്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഫിസിക്സ് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഭാവിയിൽ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ വരും അല്ലേ, PGക്കും അതുപോലെയുള്ള ബാക്കിയുള്ള ഫിസിക്സിലെ ബാക്കിയുള്ള PhD ചെയ്യുന്നതിനും അങ്ങനെയൊക്കെ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രോബ്ലംസ് ആണ് ഫുള്ള് ചോദിക്കുക. അപ്പോൾ എല്ലാ പേപ്പേഴ്സിലും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആൻഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുക, മനസ്സിലാക്കുക, നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ താങ്ക് യു.